ക്രിസ്മസിന് പുതുവസ്ത്രമെടുക്കാൻ പണമില്ലാതെ വിഷമിക്കുന്നവരാണെങ്കിൽ നേരെ കുടുംബസമേതം ഗുരുവായൂർ ബ്രഹ്മകുളം സെന്റ് തെരേസസ് ഹൈസ്കൂളിലേക്ക് പോന്നോളൂ. PTA സഹകരണത്തോടെ വിദ്യാർത്ഥികൾ ഒരുക്കിയ ക്ലോത്ത് ബാങ്കിൽ നിന്നും മനസ്സിനിഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ സൗജന്യമായി സ്വന്തമാക്കാം. വിദ്യാർത്ഥികൾ വീടുകളിൽ നിന്നും കൊണ്ടുവന്ന വസ്ത്രങ്ങളാണ് ക്ലോത്ത് ബാങ്കിലുള്ളത്. ഉപയോഗിക്കാത്തതും ഒന്നോ രണ്ടോ തവണ ഉപയോഗിച്ചതുമായ വസ്ത്രങ്ങൾ ശേഖരണത്തിലുണ്ട്. ഓൺലൈനിലൂടെ വാങ്ങിയ വസ്ത്രങ്ങൾ മനസ്സിനിണങ്ങാതെ മാറ്റിവെച്ചതും ക്ലോത്ത് ബാങ്കിലേക്ക് നൽകി. 2 ആഴ്ച കൊണ്ട് 1000-ലധികം വസ്ത്രങ്ങളാണ് ഇങ്ങനെ ശേഖരിച്ചത്. ഇതെല്ലാം ഒരു ക്ലാസ് മുറിയിൽ പ്രദർശിപ്പിക്കും. വിദ്യാർത്ഥികൾക്ക് ആവശ്യാനുസരണം തെരഞ്ഞെടുക്കാം. കഴിഞ്ഞ ക്രിസ്മസിന് ഇത്തരത്തിലൊരുക്കിയ ക്ലോത്ത് ബാങ്ക് വലിയ വിജയമായിരുന്നു. ഇത്തവണ ക്രിസ്മസ് ആകാറായപ്പോഴേക്കും വിദ്യാർത്ഥികൾ അധ്യാപകരോട് ക്ലോത്ത് ബാങ്കിനെ കുറിച്ച് അന്വേഷിച്ചു തുടങ്ങി. നിരവധി പേർ വസ്ത്രങ്ങൾ നൽകാനായി മുന്നോട്ട് വന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ക്ലോത്ത് ബാങ്ക് തുടങ്ങിയതെന്ന് പ്രധാന അധ്യാപിക സിസ്റ്റർ ഡേയ്സ് മരിയ പറഞ്ഞു. 2 കൂട്ടരാണ് ചോദിക്കുന്നത്. ഒന്ന്, അവർക്ക് പുതിയ ഡ്രസ്സ് വേണം എന്ന്, അല്ലെങ്കിൽ നല്ല ഡ്രസ്സ് വേണമെന്ന് ആഗ്രഹമുള്ള കുട്ടികള്. അതേപോലെ തന്നെ വീടുകളിൽ നല്ല ഡ്രസ്സ് ഉണ്ട്, അത് ആർക്കെങ്കിലും കൊടുക്കണം എന്നുള്ള ഒരു സന്മനസ്സുള്ള കുട്ടികൾ. 2 തരത്തിലുള്ളവരും വന്ന് ടീച്ചേഴ്സിനോട് ചോദിച്ചു എന്ന് ടീച്ചേഴ്സിന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ നമുക്കത് വീണ്ടും തുടങ്ങാം എന്ന് PTA അതിനോട് കൂടുതൽ താല്പര്യമുള്ളതുകൊണ്ട് വീണ്ടും നമുക്ക് ഈ വർഷം കൂടി അത് ചെയ്യാമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ പരീക്ഷ കഴിയുന്നതോടുകൂടി നമ്മൾ കൊണ്ടുവന്ന ഡ്രസ്സുകളല്ലാതെ ഒരുവിധം കുട്ടികൾ കൊണ്ടുപോകുമെന്ന് കരുതുന്നു. അവർക്കത് ഭയങ്കര വലിയ സന്തോഷമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കൊച്ചുകുട്ടികളുടേത് മുതൽ മുതിർന്നവരുടേത് വരെ സാരി അടക്കമുള്ള പുത്തൻ വസ്ത്രങ്ങൾ ഈ ബാങ്കിലുണ്ട്. 3 ദിവസത്തിനുള്ളിൽ ക്രിസ്മസ് പരീക്ഷ അവസാനിക്കുമ്പോഴേക്കും വസ്ത്രങ്ങളും കാലിയാകുമെന്നാണ് കരുതുന്നത്.